ജയ ജയ ശ്രീ ജഗന്നാഥ്. ഹരേ കൃഷ്ണ, രാധേ രാധേ. വലിയ കണ്ണുകളുള്ള ആ എക്സ്റ്റസി മൂഡിൽ സന്തോഷത്തിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ രൂപമാണ് പുരി ജഗന്നാഥൻ. പുരി ജഗന്നാഥിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സന്ദർശിക്കണം. നമ്മുടെ ഭാരതത്തിൻ്റെ ഓരോ കോണുകളിലും ഭഗവാൻ ഓരോ പേരുകളാണ്. അതിൽ കിഴക്ക് ഭാഗത്തുള്ള ശംഖക്ഷേത്രം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഒറീസയിലെ പുരി ജഗന്നാഥ് ഭഗവാന്റെ ഹൃദയം ഇരിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് പണി കഴിപ്പിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. എല്ലാ കൊല്ലവും നടത്തുന്ന രഥഘോഷയാത്ര നാളെയാണ്. ഇവിടെ ഭഗവാന്റെ രൂപം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രൂപമാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ കണ്ണ്, പൂർണ്ണമായിട്ടുള്ള ചിരി, കൈകൾ കാലുകളും ഒക്കെ ഒരു പ്രത്യേക ഭാവമാണ്. അതായത് അഷ്ടസാത്വിക വികാരഭാവം, അതാണ് അവിടെ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത്. പിന്നെ ഭഗവാന്റെ രഥഘോഷയാത്ര എന്ന് പറയുന്നത് ദ്വാരകയിൽ നിന്ന് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ആചരണമാണത്. ഗുണ്ടീച്ച ടെമ്പിളിലേക്കാണ് ഭഗവാൻ പോകുന്നത്. ഭഗവാന്റെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഗുണ്ടീച്ച ക്ഷേത്രത്തിലേക്ക് പോകും. ഈ ഗുണ്ടീച്ച എന്ന് പറയുന്നതിന് ഇന്ദ്രദ്യുമ്ന മഹാരാജാവിൻ്റെ ഭാര്യയുടെ പേരാണ് ഗുണ്ടീച്ച. ഇവിടെ ഗുണ്ടീച്ച യശോദാമ്മയുടെ ആ പ്രതീകാത്മകതയാണ്. അതായത് വൃന്ദാവനത്തിലേക്ക് പോവാണ് വീണ്ടും ദ്വാരകയിൽ നിന്ന് യശോദാമ്മയും രാധാറാണിയും ഗോപികോപന്മാരെയൊക്കെ കാണാൻ. അപ്പോൾ രാധയും ഗോപികോപന്മാരും ആ മനോരഥം വരിക്കുകയാണ്. ഭഗവാന്റെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോവാണ്. തൻ്റെ ഈ സഹോദരിയായ സുഭദ്ര അമ്മയും ബലരാമസ്വാമിയെ കൂട്ടിയിട്ടാണ് ഭഗവാൻ പോകുന്നത്. ആദ്യത്തെ രഥം പുറത്തേക്ക് എഴുന്നള്ളുന്നത് ബലരാമസ്വാമിയുടെയാണ്. രണ്ടാമതായിട്ട് സുഭദ്രാമ്മ എഴുന്നള്ളും. മൂന്നാമതായിട്ടാണ് ഭഗവാൻ പോകുന്നത്. ഈ 3 രഥങ്ങളും വലിച്ചുകൊണ്ട് ഭക്തരെ ഗുണ്ടീച്ച ക്ഷേത്രത്തിലേക്ക് പോകും. വളരെ വിശാലമായിട്ടുള്ള റോഡ് തിങ്ങി നിറഞ്ഞ ആൾക്കാരായിരിക്കും. ഈ രഥം ഒന്ന് വലിക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കും. അത്രയ്ക്ക് പവിത്രമാണ്. അല്ലെങ്കിൽ അത് വലിക്കാന്ന് പറയുന്നത് ജന്മസുഹൃതാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ രഥം വലിച്ചുകൊണ്ട് ഗുണ്ടീച്ച ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 7 ദിവസം ഭഗവാന്റെ സാന്നിധ്യം പിന്നെ ആ ക്ഷേത്രത്തിലാണ്. അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ട് ഭഗവാൻ തിരിച്ച് ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു ചടങ്ങുണ്ട്. ലക്ഷ്മി ദേവി വന്ന് വിളിക്കും. അപ്പോൾ രഥം കേടാണ്, 2 ദിവസം കൂടെ കഴിഞ്ഞ് വരാമെന്ന് പറയും. അപ്പോൾ ലക്ഷ്മി ദേവി അവിടെ പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ തിരിച്ചു വരുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് രസഗുള കൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് രസകരമായ ധാരാളം ചടങ്ങുകളുള്ളതാണ് ഈ രഥഘോഷയാത്ര എന്ന് പറയുന്നത്. കാണാനും ഇതിൽ പങ്കെടുക്കാനും ലക്ഷക്കണക്കിന് ആളുകളാണ് ഒറീസയിലേക്ക് ഒഴുകിയെത്തുന്നത്. നാളെയാണ് ഭഗവാന്റെ രഥഘോഷയാത്ര. ആ മനോരഥം നമുക്കും ഇവിടെ നിന്ന് വലിക്കാം. ഭഗവാൻ ആ വൃന്ദാവനമാകുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ എഴുന്നള്ളി. എല്ലാവർക്കും ഭഗവാന്റെ ജഗന്നാഥ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ ശ്രീ രാധേ രാധേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദ്രദ്യുമ്ന മഹാരാജാവാണ് ആദ്യമായിട്ട് ഈ രഥഘോഷയാത്ര ആരംഭിച്ചതെന്നാണ് പറയുന്നത്. അതായത് അന്നത്തെ കാലത്ത് ഭഗവാനെ പുറത്ത് ആളുകൾക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാൽ കരുണാനിധിയായിട്ടുള്ള ഭഗവാൻ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഇത്തരത്തിലൊരു ചടങ്ങ് തനിക്ക് വേണ്ടി നടത്തണമെന്ന്, എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടതെന്നൊക്കെ ആ സ്വപ്ന ദർശനത്തിലൂടെ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നും ക്ഷേത്രത്തിലെ പാണ്ഡമാരെന്നാണ് പറയുന്നത് അവിടുത്തെ പൂജാരിമാർ. അവർക്ക് ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടാവാറുണ്ട്. ക്ഷേത്രത്തിൽ എന്തൊക്കെ ചടങ്ങ് നടത്തണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇതൊക്കെ സ്വപ്ന ദർശനത്തിലൂടെയാണ് ഭഗവാൻ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ആരംഭിച്ച ഈ മഹാഘോഷയാത്ര അത് ഇന്ന് വലിയൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊല്ലവും ഇവിടേക്ക് ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് പങ്കെടുക്കാൻ, ഈ രഥം ഒന്ന് വലിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാൻ ഒരു നോക്ക് കാണാൻ വേണ്ടി പണ്ട് ജനങ്ങൾ കാത്തു നിൽക്കുമായിരുന്നു ഭഗവാന്റെ ഈ ഒരു ദിവസത്തിന് വേണ്ടി. ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലാത്തത് കാരണം ഈ ദിവസം ഭക്തജനങ്ങൾക്ക് പ്രവേശനം നൽകാനായിട്ടാണ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി വരുന്നത് എന്നുള്ളത് ഇതിൻ്റെ പുറമേയുള്ള വിശ്വാസം. എന്നാൽ ഉള്ളിലുള്ള വിശ്വാസം, ഇതിൻ്റെ അകം ഉള്ള ആധ്യാത്മിക വിശ്വാസം എന്ന് പറയുന്നത് ഭഗവാൻ തൻ്റെ സ്വധാമമായ ആ വൃന്ദാവനത്തിലേക്കുള്ള യാത്രയിലാണ്. ദ്വാരകയിൽ നിന്ന് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അവിടെ യശോദാമ്മയും ഗോപന്മാരും ഒക്കെ ഭഗവാൻ എത്ര കാലമായിട്ട് കാത്തിരിക്കുകയാണ്. ആ ഒരു മടക്കയാത്ര എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരാനും പണ്ടുണ്ടായ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാനും ഒന്നുകൂടി ഭഗവാന്റെ കൂടെ ചേർന്നിരിക്കാനുള്ള ഒരു അവസരമാണ് അവർക്ക് ഭഗവാനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഭഗവാന്റെ അവരുടെ മനോരഥമാണ് അവിടെ ഭക്തജനങ്ങൾ വലിച്ചു കൊണ്ട് പോകുന്നത്. അതായത് ഗോപന്മാരുടെ മനസ്സിൻ്റെ മനോരഥം അതാണ് വലിക്കുന്നത്. അവരുടെ ആഗ്രഹ പൂർത്തീകരണം, ഭഗവാനുമായിട്ട് ചേർന്നിരിക്കാനുള്ള അവരുടെ ആഗ്രഹമാണ് ഈ രഥം വലിച്ചു കൊണ്ട് പോകുന്നതിൻ്റെ
പിന്നിലുള്ള ആ ആധ്യാത്മികമായ തത്വം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഭക്തജനങ്ങളും ചെയ്യേണ്ടത്. ഭഗവാനെ നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുവരണം. ഭക്തിയിൽ നിന്ന് വേറിട്ട് പോകുമ്പോൾ മനസ്സുകൊണ്ട് നമ്മുടെ വൃന്ദാവനമാകുന്ന ഹൃദയത്തിലേക്ക് ഭഗവാനെ ഇതുപോലെ വലിച്ചടുപ്പിക്കണം. ആ മനോരഥങ്ങൾ നമ്മൾ ഭഗവാനുമായിട്ട് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ മനോരഥം. ആ രഥത്തിൻ്റെ ഉള്ളിലിരിക്കണ ആ ഭഗവാനെ അങ്ങനെ വലിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ആ പരമമായ ആനന്ദം അനുഭവിക്കണം. ആ ഭഗവാനുമായിട്ട് എപ്പോഴും ചേർന്നിരിക്കുക എന്നുള്ള ആനന്ദം അനുഭവിക്കണം. അത് തന്നെയാണ് ഈ രഥഘോഷയാത്രയുടെ പിന്നിലെ തത്വം. എന്താണ് പുരി ജഗന്നാഥന് ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നും ഭഗവാന്റെ ഹൃദയം തുടിക്കുന്നുണ്ട് ആ വിഗ്രഹത്തിൽ. നവകളേബരം എന്നുള്ള പേരിൽ 12 വർഷം കൂടുമ്പോൾ ഭഗവാന്റെ ആ വിഗ്രഹ ശുദ്ധീകരണം നടത്തുമ്പോൾ ഭഗവാന്റെ ഹൃദയമാണ് ആ വിഗ്രഹത്തിലേക്ക് മാറ്റി വെക്കുന്ന ചടങ്ങാണ് നവകളേബരം എന്ന് പറയുന്നത്. അത് ഇന്നും വളരെ പവിത്രതയോടുകൂടി കാണുന്ന ഒരു കാര്യമാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രായം ചെന്ന പൂജാരിയാണ് അത് നിർവഹിക്കുന്നത്. ആ സമയത്ത് ഒറീസയിലുള്ള എല്ലാ ലൈറ്റുകളും ഇലക്ട്രിസിറ്റി മൊത്തമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യും. രാത്രിയിലാണ് ഇത് നടക്കുന്നത്.